ഹായ് ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സച്ചു വിപി. ഞാനിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ പോർബന്ദറിലാണ്. ഗണേശോത്സവത്തിനോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയും വിഗ്രഹ സമർപ്പണവുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിഗ്രഹം കടലിൽ സമർപ്പിക്കുന്നതോടുകൂടി ഗണേശോത്സവത്തിന് സമാപനമാകുന്നുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റൂ. നിങ്ങളെ സപ്പോർട്ട് ഇട്ടെങ്കിലേ എനിക്ക് ഇനി മുന്നോട്ട് പോകാനും പറ്റത്തുള്ളൂ. എൻ്റെ ലൈഫിൽ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ നേരിട്ട് വിനായക ചതുർത്ഥി ആഘോഷം കാണുന്നത്. ടി വിയിലും മറ്റുമൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ ഞാൻ ലൈഫിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഗുജറാത്തിലെത്തിയിട്ട് 3-ാം തവണയാണ് വിനായക ചതുർത്ഥി ആഘോഷം നടക്കുന്നത്. ഇതിൽ ഈ 3-ാമത്തെ പ്രാവശ്യം മാത്രമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഫസ്റ്റ് ടൈമാണ് ഞായറാഴ്ച ഇത്രയും വലിയ ആഘോഷം നടക്കുന്നത് തന്നെ. മറ്റേത് ഞായറാഴ്ച ദിവസം വരത്തില്ല. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടോ. ഓരോ പ്രദേശങ്ങളിലുള്ള ആളുകൾ ഓരോ വിഗ്രഹവും അതുപോലെ തന്നെ DJയും ബാൻഡും കളർ പൗഡറും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഫുൾ കളർഫുള്ളായിരിക്കും. ഫുൾ വൈറ്റ് ഡ്രസ്സായിരിക്കും കൂടുതലായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത അതിശയം തോന്നുന്നു കേട്ടോ. മുന്നേ ഇതൊന്നും കണ്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം. ഓരോ നാട്ടിലും ഓരോ രീതിക്കായിരിക്കും അല്ലേ വിനായക ചതുർത്ഥി ആഘോഷം നടക്കുക. ഇവിടെ 3 ദിവസം, 5 ദിവസം, 7 ദിവസം അങ്ങനെയായിട്ടാണ് കടലിലേക്ക് വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്നത്. ഓരോ ആളുകളും ഓരോ ദിവസം, അതായത് ചിലർ 3 ദിവസം വെക്കും, ചിലർ 7 ദിവസം വെക്കും, ചിലർ 5 ദിവസം വെക്കും. അത് കഴിഞ്ഞാണ് ഈ ഘോഷയാത്രയായിട്ട് വിഗ്രഹം കടലിലേക്ക് കൊണ്ടുപോകുന്നത്.